ഹലോ, ഓഫീസ് വിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ മാഹിപ്പള്ളിയിലേക്കാട്ടോ. പള്ളിപ്പെരുന്നാൾ നടന്നുകൊണ്ട് നിൽക്കുകയല്ലേ. നമ്മുടെ ഓഫീസ് തൊട്ടടുത്ത് തന്നെയാട്ടോ നമ്മുടെ മാഹിപ്പള്ളി. അങ്ങനെ മാതാവിനെ കണ്ടു, മാലയൊക്കെ ചാർത്തി, അതിനുശേഷം ക്യാൻഡിലൊക്കെ കത്തിച്ച് ഞങ്ങളങ്ങ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഈ ഒരു സെക്ഷനിലേക്കാണ്. എല്ലാവരും ഇതുപോലെ തന്നെയായിരിക്കും അല്ലേ. നമ്മൾ ഗേൾസിൻ്റെ ഏറ്റവും വലിയ ക്രേസ് എന്ന് പറഞ്ഞാൽ ഇയറിങ്സ് തന്നെയല്ലേ. അപ്പോൾ നമ്മളും അതേപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ ആ ഇയറിങ്സിൻ്റെ സെക്ഷനിലൊക്കെ പോയി അവിടെയുള്ള ഇയറിങ്സ് ഒക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഓരോ ഷോപ്പൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുക കേട്ടോ. ഒരുവിധം എല്ലാ ഷോപ്പൊന്നും ഇന്ന് നമ്മൾ കവർ ചെയ്തിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ഡേയും ഇതുപോലെ ഓഫീസ് വിട്ട് പോയിട്ടാണ് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കവർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ നടത്തം നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവേ. അപ്പോൾ പോകുന്ന വഴിക്കും ഇതുപോലെ ഇയറിങ്സിൻ്റെ ആ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറി നോക്കി നേരെ പോയത് നമ്മൾ മുളക ബജിയും അതുപോലെ തന്നെ കോളിഫ്ലവർ ബജിയും കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പള്ളിപ്പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങൾ തന്നെയാണ് ഈ മുളക ബജിയും അതുപോലെ തന്നെ കോളിഫ്ലവറും. പിന്നെ നല്ല സ്ഥലത്ത് തന്നെയാണ് പോയിട്ട് കേട്ടോ കഴിച്ചത്. ഇവിടുന്ന് ഇവരെ നല്ല ക്ലീൻ ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് അവിടെ തന്നെ പോയിട്ട് നമ്മൾ മുളക ബജി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ സജിതേച്ചീൻ്റെ ബസ് വന്നു. സജിതേച്ചി പോകാമെന്ന് പറഞ്ഞു. കാരണം സജിതേച്ചിക്ക് ഓരോ ടൈമിങ്ങിലേ ബസ് ഉണ്ടാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് ബസ് വരുമ്പോൾ കുറേ ലേറ്റ് ആണെന്നുള്ളതുകൊണ്ട് സജിതേച്ചി അങ്ങ് പോയി. അങ്ങനെ സജിതേച്ചിനെ ബസ് കയറ്റി പിന്നെ ഞങ്ങൾ നേരെ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഷാമുനെ കണ്ടോ, പാനിപൂരിയിൽ പാനി ഇല്ലാണ്ട് കഴിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഇതെങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ആവം പിടിച്ച പൂരീനെ ചെയ്യുന്ന നോക്കിയാൽ മാക്സിമം അതിന് എത്രത്തോളം ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും അതിന് ഓപ്പറേറ്റ് ചെയ്തിട്ടാട്ടോ ഷാമു പൂരി കഴിച്ചത്. മുൻഷേ ഞാനും അങ്കിയും നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ആ ഒരു പാനിപ്പൂരെല്ലാം നല്ല സെറ്റപ്പായിട്ട് തന്നെ കഴിച്ച കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം അമ്മ മനസ്സ് തങ്ക മനസ്സായ അങ്കി മോള് നമുക്കൊക്കെ വാങ്ങിച്ച് നമ്മളൊക്കെ കഴിപ്പിച്ചതിന് ശേഷമാണ് അങ്കി വാങ്ങി കഴിക്കുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. അത് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് തൊട്ടടുത്തുള്ള ഹൽവ ഷോപ്പിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ ഹൽവയും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഇത്തവണ ഒരു സ്പെഷ്യൽ ഹൽവ ഉണ്ടായിരുന്നു പള്ളിപ്പെരുന്നാളിന്. അതായത് കുനാഫ ഹൽവ. ഒറ്റ രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച എല്ലാ ഹൽവയും നമ്മൾ ഓരോ പീസ് വാങ്ങിയിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് നമ്മളിന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ലാസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ അതും എല്ലാം കൂടി നമ്മൾ ഒന്നേ വാങ്ങിയിട്ടില്ല കേട്ടോ. ഒന്ന് വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ഉന്നക്കായും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം കൽമാസം കൂടി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അതും കഴിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ ജോയൻ ടീം അവിടെ വന്നത് കണ്ടത്. പിന്നെ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഇടങ്ങാറാക്കി കേട്ടോ. ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ലേ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.